എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മുടെ ചാനലിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന വിഷയം വളരെ പ്രധാനപ്പെട്ടതും പലപ്പോഴും നെഗ്ലക്റ്റ് ചെയ്തു പോകുന്നതുമായിട്ടുള്ളൊരു സബ്ജക്റ്റാണ് PTSD, പോസ്റ്റ് ട്രോമാറ്റിക് സ്ട്രെസ് ഡിസോർഡേഴ്സ്. ഇത് ലിംഗഭേദമന്യേ എല്ലാവരെയും ബാധിക്കുന്ന ഒരു പ്രശ്നമാണ്. നമ്മുടെ മാനസികാരോഗ്യത്തെയാണ് ബാധിക്കുന്നത്. നമുക്കിതിനെപ്പറ്റി കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. എന്താണ് PTSD? ഞാൻ ആദ്യം പറഞ്ഞ പോലെ ഇതൊരു മാനസികാരോഗ്യ പ്രശ്നമാണ്. ഒരു വ്യക്തി വളരെ ഭയാനകമായിട്ടുള്ള എന്തെങ്കിലും ഒരു അനുഭവങ്ങളിലൂടെ കടന്നു പോകുന്ന കഴിയുമ്പോൾ ആ വ്യക്തിയുടെ മനസ്സിനുണ്ടാകുന്ന ഒരു ട്രോമ, ആ ട്രോമ നമ്മുടെ ജീവിതകാലം മുഴുവനും നമുക്ക് പല രീതിയിലുള്ള മാനസികാരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കും. ഇപ്പോൾ അതാണ് നമ്മൾ PTSD എന്ന് പറയുന്നത്, പോസ്റ്റ് ട്രോമാറ്റിക് സ്ട്രെസ് ഡിസോർഡേഴ്സ്. ഡിസോർഡേഴ്സ് എന്ന് പറഞ്ഞാൽ ഒരു ഗ്രൂപ്പ് ഓഫ് പ്രോബ്ലംസ് എന്നാണ് പറയുന്നത്. പല രീതിയിലുള്ള മാനസിക പ്രശ്നങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കും. അത് ഉണ്ടാകുന്ന സാഹചര്യം എന്ന് വെച്ചാൽ, നമുക്ക് ചിലപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ യുദ്ധഭൂമിയിൽ കൂടെ അനുഭവത്തിലൂടെ കടന്നു പോകുന്ന ആൾക്കാർ, അതല്ലെങ്കിൽ സെക്ഷൽ അബ്യൂസ്, അല്ലെങ്കിൽ പ്രകൃതി ദുരന്തങ്ങൾ, അല്ലെങ്കിൽ ഒരു ക്രൈം നടക്കുമ്പോൾ അല്ലെങ്കിൽ വയലൻസ് നടക്കുമ്പോൾ അതിന് വിറ്റ്നസ് ആവുക, അതുപോലെയുള്ള പല സാഹചര്യങ്ങളായിരിക്കാം. അപ്പോൾ ഏതൊരു സാഹചര്യം ആയിക്കോട്ടെ, അത് അയാളുടെ മനസ്സിനെ ഏൽപ്പിക്കുന്ന മുറിവ്, ആ മുറിവ് ചിലപ്പോൾ പെട്ടെന്ന് തന്നെ ഹീലാവാം, അല്ലെങ്കിൽ ആ മുറിവ് ഹീലാവാൻ കുറേ സമയം എടുക്കാം. ആ സമയം ചിലപ്പോൾ കുറേ കാലങ്ങളോളം ഈ വ്യക്തിയുടെ മാനസികമായിട്ടുള്ള ആരോഗ്യത്തെ ബാധിക്കുകയും അത് പല രീതിയിലുള്ള പ്രശ്നങ്ങൾ സൃഷ്ടിക്കുകയും ചെയ്യും. അതാണ് നമ്മൾ ചുരുക്കി പോസ്റ്റ് ട്രോമാറ്റിക് സ്ട്രെസ് ഡിസോർഡേഴ്സ് എന്ന് പറയുന്നത്. ഇനി അതിന്റെ ലക്ഷണങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. PTSD ലക്ഷണങ്ങൾ പല രീതിയിലുണ്ട്. ഇപ്പോൾ അതിനെപ്പറ്റി ഭയങ്കരമായിട്ടുള്ള ഓർമ്മകൾ, അല്ലെങ്കിൽ ആ ഒരു സംഭവത്തെ പറ്റിയുള്ള ദുസ്വപ്നങ്ങൾ, അങ്ങനെ ഉറക്കം നഷ്ടപ്പെടുന്ന ഒരവസ്ഥ, പിന്നെ ഒരു സോഷ്യൽ ഐസൊലേഷൻ, ഇപ്പോൾ ഫാമിലിയും ഫ്രണ്ട്സൊക്കെ ആയിട്ട് മിങ്കിൾ ചെയ്യാൻ പറ്റാതെ വരിക, ആരോടും ഒന്നും തുറന്ന് പറയാൻ പറ്റാതെ, അവരുടെ ഫീലിങ്സ് പുറത്തു പറയാൻ പറ്റാത്ത ഒരു സ്ട്രെസ്, പിന്നെ ഈ ഇങ്ങനെ ഒരു സ്ട്രെസ് ട്രിഗർ, ഇപ്പോൾ അതുപോലെ ഏകദേശം ഒരു സാഹചര്യം വന്നു കഴിയുമ്പോൾ, അതുപോലെ സാമ്യമുള്ള ഒരു സിറ്റുവേഷനിൽ വന്നു കഴിയുമ്പോൾ അവർക്ക് ആ ഒരു സിറ്റുവേഷൻ ആ പഴയ ചിന്തകളിലേക്ക് ട്രിഗർ ചെയ്യും. അങ്ങനെ ഉണ്ടാകുന്ന സ്ട്രെസ്, പിന്നെ ഒന്നിലും ഫോക്കസ് ചെയ്യാൻ പറ്റാതെയൊക്കെ വരിക, അതുപോലെയുള്ള പല പ്രശ്നങ്ങളും ഇതിന്റെ ലക്ഷണങ്ങളായിട്ട് കാണുന്നുണ്ട്. ഇനി നമ്മൾ ഇതിനെ വേണ്ട രീതിയിൽ കൈകാര്യം ചെയ്തില്ലെങ്കിൽ ആ വ്യക്തി എത്തിച്ചേരുന്നത് വളരെ സീരിയസ് ആയിട്ടുള്ള കോംപ്ലിക്കേഷൻസിലാവാം. ഇപ്പോൾ ഡിപ്രഷൻ കൂടി അത് സൂയിസൈഡ് തോട്ട്സിലേട്ടൊക്കെ പോകാം. പിന്നെ അനാവശ്യമായിട്ടുള്ള സ്ട്രെസ് ഒരുപാട് കൂടി കഴിയുമ്പോൾ ഹൈപ്പർ ടെൻഷൻ, അതുപോലെയുള്ള ആരോഗ്യ പ്രശ്നങ്ങളിലേക്ക് എത്തിപ്പെടാം. പിന്നെ നമ്മുടെ ഒരു ഫോക്കസ് ഇല്ലായ്മ, അത് നമ്മൾക്ക് ഒരു ജോലിക്ക് പോകുന്ന ഒരാളാണെങ്കിൽ ഫോക്കസ് ഇല്ലെങ്കിൽ അയാളുടെ ജോലിയെ അത് ബാധിക്കാം. പിന്നെ സോഷ്യൽ ഐസൊലേഷൻ, ഇപ്പോൾ ഫാമിലിനോടും ഫ്രണ്ട്സിനോടും ഒന്നും മിങ്കിൾ ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ അത് വളരെയധികം വിഷമമുണ്ടാക്കുന്ന ഒരു കാര്യമാണ്. ആ ഫാമിലിക്കും ബുദ്ധിമുട്ടാണ്, ആ വ്യക്തിക്കും ബുദ്ധിമുട്ടാണ്. അപ്പൊ അതുപോലെയുള്ള വളരെ സീരിയസ് ആയിട്ടുള്ള ഇഷ്യൂസിൽ അത് എത്തിപ്പെടാം. പിന്നെ നമ്മുടെ ഇതെല്ലാം കൂടി വന്നു കഴിയുമ്പോൾ നമുക്കുണ്ടാകുന്ന ഒരു ക്വാളിറ്റി ഓഫ് ലൈഫ് നമുക്ക് ലീഡ് ചെയ്യാൻ പറ്റാത്തൊരു സാഹചര്യത്തിലെത്തും. അപ്പോൾ നമ്മൾ അതിനെ വേണ്ട രീതിയിൽ കൈകാര്യം ചെയ്യുക എന്ന് പറഞ്ഞാൽ, വേണ്ട രീതിയിലുള്ള സപ്പോർട്ട് അവർക്ക് കൊടുക്കുക. പ്രൊഫഷണലായിട്ടും ഫാമിലി സൈഡിൽ നിന്നായിട്ടും സോഷ്യൽ സൈഡ്, ഒരു സൊസൈറ്റിയുടെ സൈഡിൽ നിന്നായിട്ടും അവർക്ക് വേണ്ട രീതിയിലുള്ള സപ്പോർട്ട് അവർക്ക് കിട്ടിക്കഴിഞ്ഞാൽ നമുക്കിതിനെ ആ ഒരു മുറിവ് പറ്റിയ മനസ്സിനെ നമുക്ക് പ്രോസസ്സ് ചെയ്ത് നല്ല രീതിയിലേക്ക് തിരിച്ചെത്തിക്കാൻ പറ്റും. അപ്പോൾ സപ്പോർട്ട് എന്ന് പറയുമ്പോൾ ചിലപ്പോൾ ട്രീറ്റ്മെന്റിന്റെ ഭാഗമായിട്ട് തെറാപ്പീസ് ഉണ്ടാകാം, ഈ കോഗ്നിറ്റീവ് ബിഹേവിയറൽ തെറാപ്പി, അല്ലെങ്കിൽ കൗൺസിലിംഗ്, പിന്നെ ലാസ്റ്റ് ഓപ്ഷൻ എന്ന് പറയുന്ന പോലെ ഡോക്ടർ പ്രിസ്ക്രൈബ് ചെയ്യുന്ന മെഡിസിൻസ്. ഇപ്പോൾ നമ്മൾ ഇതൊക്കെ ചെയ്യുമ്പോഴും നമ്മൾ ഏറ്റവും കൂടുതലായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, അവരെ ഒന്നിനും നിർബന്ധിച്ച് ചെയ്യിപ്പിക്കരുത്. നമ്മൾ ഒന്നിനും നിർബന്ധിക്കരുത് എന്ന് വെച്ചാൽ, ആ വ്യക്തി അയാൾക്ക് ഇഷ്ടപ്പെടാത്ത ഏതോ ഒരു അനുഭവത്തിലൂടെയാണ് കടന്നു പോന്നിട്ടുള്ളത്. അപ്പൊ നമ്മൾ വീണ്ടും അയാൾക്ക് ഇഷ്ടപ്പെടാത്ത ഒരു കാര്യം ഫോഴ്സ് ചെയ്ത് ചെയ്യാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ ആ സെയിം ഇഫക്റ്റ് തന്നെ വരും. അപ്പൊ അതുകൊണ്ട് ആ വ്യക്തിനെ ഒന്നിനും ഫോഴ്സ് ചെയ്യാതെ വേണ്ട രീതിയിലുള്ള സപ്പോർട്ട് കൊടുക്കുകയും, പ്രൊഫഷണൽ ആയിട്ടുള്ള ആൾക്കാർക്കാവുമ്പോൾ അതിന് അവർക്കറിയാം, അപ്പൊ അവരത് വേണ്ട രീതിയിൽ പറഞ്ഞ് മനസ്സിലാക്കും. നല്ല രീതിയിൽ കൗൺസിലിംഗ് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ആ വ്യക്തിയെ പിന്നെയും പുതിയ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ പറ്റും. അപ്പൊ ഈ ടോപ്പിക്കിനെ പറ്റി അത്യാവശ്യം കുറച്ച് ഐഡിയ കിട്ടിയെന്ന് ഞാൻ കരുതുന്നു. ഇനി കൂടുതലായിട്ട് അറിയണമെങ്കിൽ നിങ്ങൾ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യാം. അപ്പൊ അതിനുള്ള ആൻസറുകൾ നമുക്ക് കണ്ടെത്താൻ പറ്റും. ഓക്കെ, നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.
വെറുതെ